ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള സർക്കാർ പെന്തക്കോസ്ത് സഭകളെ ഒരു സഭയായി അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക, യാക്കോബായ, CSI പോലുള്ള നാമധേയ ക്രൈസ്തവ സഭകളുടെ കൂടെ ഒരു സഭയായി അംഗീകരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതൊരു വലിയ വാർത്തയായി. ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ ശ്രമങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഇടയ സംഗമം, പെന്തക്കോസ്ത് ഐക്യവേദി, പിന്നെ ഇപ്പൊ PCI എന്നോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു പെന്തക്കോസ്തുകാരുടെ ഒരുമിച്ച് ചേർന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ തങ്കു ബ്രദറിന്റെ ഇടപാടുണ്ടെന്ന് പറയുന്നു. ആരുടെയൊക്കെയോ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരെന്ന് പറയപ്പെടുന്ന, ലേബലൈസ് ചെയ്തിരിക്കുന്ന ഏറെക്കുറെ എല്ലാവരും ചേർന്ന് ഗവൺമെന്റിൽ നടത്തിയ ഒരു വല്ലാത്ത സ്വാധീനം കൊണ്ടാണത്രേ ഇപ്പോൾ ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പൊതുവിവക്ഷ. നമ്മൾ കണ്ടു, ദീർഘ ദിവസങ്ങൾക്ക് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു പദപ്രയോഗം. അതിൽ പെന്തക്കോസ്തുകാർ ഇവിടെ ഒരുപാടുണ്ട്, പക്ഷേ ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു വിസിബിലിറ്റി ഇല്ല. ആ വിസിബിലിറ്റിയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലൊരു വിസിബിലിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2-3 കാര്യങ്ങൾ എനിക്ക് അതിനോട് ബന്ധപ്പെട്ട് പറയുവാനുണ്ട്. ദയവായി എന്റെ വീക്ഷണം കൂടി ഒന്ന് ശ്രദ്ധിച്ചാലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ണോടിക്കുമ്പോൾ എന്റെ കണ്ണിൽ ഉടക്കിയ ഒരു വീഡിയോ ഹല്ലേലൂയ സാങ്കുട്ടിച്ചാന്റെ ഒരു വീഡിയോയാണ്. പെന്തക്കോസ്ത് വോട്ട് LDF കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ. അത് ഇപ്പോൾ ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന പെന്തക്കോസ്തുകാരെ ഒരു സഭയായി അംഗീകരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു പരാമർശത്തിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന ഒരു വീഡിയോ പരാമർശമാണ്. ഞാനിത് തീർത്തും കേട്ടു. ഏറ്റവും ഒടുവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇവിടുത്തെ UDFകാർക്ക് കൊടുത്തുകൊണ്ടാണ് സാങ്കുട്ടിച്ചാൻ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്നെ അത് വളരെയധികം ചിന്തിപ്പിച്ചു. ഞാനത് മൊത്തം ഒന്ന് കേൾക്കുവാൻ ഇടവന്നു. കുറച്ച് ഭാഗം റീവൈൻഡ് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, പെന്തക്കോസ്ത് സഭയെ ആരും അംഗീകരിച്ചിട്ടില്ലായിരുന്നു എന്നും, അല്ല ഇപ്പോഴും അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അംഗീകരിച്ചിട്ടില്ല എന്നും, അതുകൊണ്ട് അവരിവിടെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നും, അവരുടെ അവകാശങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നും ഒക്കെയുള്ള മുറവിളികളാണ് ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അർത്ഥമുണ്ട്, അതൊന്നും എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന എല്ലാ കേൾവിക്കാർക്കും അറിയാം ഈ പറയുന്ന വാക്കുകളിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം. കാരണം നിങ്ങളും അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യം കൊണ്ടെത്തിച്ചത് നിയമസഭാ ഇലക്ഷൻ വാതിൽക്കൽ നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലത്തെ ഭരണം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഭരണം കൂടി പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഭരണം തീരെ മോശമായിരുന്നു എന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നു. അതിനോടും എനിക്ക് വലിയ വിയോജിപ്പില്ല. കാരണം സ്കൂൾ കെട്ടിടങ്ങൾ നന്നായിട്ട് പണിതിരിക്കുന്നു, റോഡുകൾ പണിതിരിക്കുന്നു, വികസനങ്ങൾ തരക്കേടില്ലാതെ ഉണ്ടായിരിക്കുന്നു. ഉമ്മൻചാണ്ടിയൊക്കെ ഇരുന്നതിനേക്കാൾ വികസനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ നമ്മൾ വളരെ വീരപുരുഷനായിട്ടൊക്കെ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ എന്ത് പിണ്ണാക്കാണ് മൂപ്പര് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലൂടെ ഒക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഇവിടെ ചെയ്തിട്ടുള്ളതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിണറായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കണ്ണാലെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവകളെ നമുക്ക് വിസ്മരിച്ചുകൂടാ. പിന്നെ തെറ്റായ ചില കാര്യങ്ങളുണ്ട്. അത് ഏത് ഗുണത്തിന്റെയും ഒരു ഭാഗം തെറ്റായിരിക്കുമെന്നതിന് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി വോട്ട് കൊടുക്കാൻ സംസാരിച്ചു എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഞാൻ അങ്ങനെ ചെയ്യുന്നയാളുമല്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടം എന്ന ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി പിണറായി നടത്തിയ ഒരു ശ്രമം, അത് വളരെ മോശമായി പോയി. അത് എന്തോ പറയാൻ, അതൊരു ഒരു നികൃഷ്ടമായി പോയി. അത്രയും വേണ്ടായിരുന്നു. കാരണം രാഹുൽ എന്നൊരു ചെറുപ്പക്കാരൻ MLA ആയി എത്തുന്ന അയാള് ആകുന്നതിന് മുമ്പ് തന്നെ ഭരണകൂടം ചെയ്തിരുന്ന തിന്മകൾക്കെതിരെ അതിശക്തമായി സംസാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അമ്മാതിരി സംസാരിക്കുന്ന ഒരാളിന്റെ വായടയ്ക്കാൻ വേണ്ടി ചെയ്ത പ്രഹസനങ്ങൾ വളരെ മോശമായി പോയി. അത് വില കുറഞ്ഞതായി പോയി. കൂടെ നിന്നയാള് വീടിനകത്ത് സ്ത്രീകളെ കൊണ്ടുവരികയും ധാർമ്മികത ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിനെ വളരെ കൃത്യതയോടെ
വളരെ കൃത്യതയോടെ ഇടപെട്ട് അതിനെ സോൾവ് ചെയ്ത് നിസ്സാരമാക്കി കളയാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നുള്ളത് പിണറായിയുടെ മികവാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവനെ ചെയ്തവനാക്കാനും ചെയ്തവനെ തെറ്റ് ചെയ്യാത്തവനാക്കാനുമുള്ള മികവ്, അതൊരു രാഷ്ട്രതന്ത്രജ്ഞന്റെ മികവ് തന്നെയാണ്. പക്ഷെ അത് ധാർമ്മികതയുടെ അതിർവരമ്പുകൾ കടന്നുപോയി എന്നുള്ളതാണ് എനിക്ക് ആ ഭാഗത്തോട് ചേർന്ന് പറയാനുള്ളത്. പിന്നെ ഒരു ഭരണാധികാരിയുടെ ആവശ്യമായിരിക്കും അത്, ഐ ഡോണ്ട് നോ. അത് അത്ര കെൽപ്പോട് ചെയ്യാൻ ആംബിയറുള്ള ഒരുത്തനും കോൺഗ്രസിൽ ഇല്ല എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്. കാരണം പൊര കത്തുമ്പോൾ ബീഡി കൊളുത്തുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. ഇവര് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു സംസാരിക്കാൻ ആംബിയറുള്ള ഒരാളെ, അല്ലെങ്കിൽ ഭരണവിരുദ്ധമായ സംവിധാനങ്ങൾക്കെതിരെ ഷേക്സ്പിയർ ഒക്കെ നാടകം എഴുതിയതുപോലെ നാവ് വെച്ച് നന്നായി അരിയാൻ കഴിവുള്ള ഒരാൾ തന്നെയായിരുന്നു അയാൾ. അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് വികലത ഉണ്ടായിരിക്കാം, പക്ഷെ അല്പം വികലതയെ വല്ലാതാക്കി മാറ്റി അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തൂത്തുകളയാൻ വേണ്ടി പിണറായി ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതിന് സംശയമൊന്നും വേണ്ട. ഇക്കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും വന്നു കയറിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മാതിരിയുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം അല്ലെങ്കിൽ ഒരു ട്രിക്ക്, അതാണ് ഇവിടെ പിണറായി ഇറക്കിയിരിക്കുന്നത്. പെന്തക്കോസ്തുകാർക്ക് ഇവിടെ ഒരുപാട് വോട്ടുണ്ട് എന്നും 52ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശേഷി പെന്തക്കോസ്തുകാർക്കുണ്ട് എന്നും ഒക്കെ പെന്തക്കോസ്തുകാർ തന്നെ വീമ്പിളക്കുന്നത് കണ്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ അവരുടെ വോട്ട് കൂടി നമ്മുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്ന തീരുമാനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്നതിന് ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പെന്തക്കോസ്തുകാർ ഒന്നടങ്കം ചിലപ്പോൾ LDF-ലേക്ക് വോട്ടിട്ടേക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി ഇറക്കി അതിന് ഒരു ക്രോസ് വെക്കാൻ വേണ്ടിയിട്ട് ചാക്കുട്ടിച്ചാൻ ചെയ്ത പരിപാടി UDF-കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇതിനെ മറികടക്കാൻ ഒരു കാര്യമെങ്കിലും ചെയ്തേ പറ്റൂ. അത് ചെയ്യേണ്ടത് ഇതാണ്, വരുന്ന നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ പെന്തക്കോസ്തുകാർക്ക് ഒരു സീറ്റ് കൊടുക്കണം. അപ്പൊ വളരെ കൃത്യമായ ഒരു ഗെയിമാണ്. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പെന്തക്കോസ്തുകാരനായ ഞാൻ തന്നെ ഇത് പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആരാണ് ഇതൊക്കെ പറയാൻ? ഒരു വിഭാഗം അല്ലെങ്കിൽ LDF പെന്തക്കോസ്തുകാരെ സഭയായി അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ അവരൊരു സീറ്റ് കൊടുക്കുമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ തന്നെ ഇവിടെ UDF-ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അതുവഴി പെന്തക്കോസ്തുകാർക്ക് ഒരു സീറ്റ് കൊടുപ്പിക്കാനുള്ള ശ്രമം സാങ്കുട്ടിച്ചാൻ നടത്തുന്നത് വളരെ ബുദ്ധിപരമായിട്ടാണ്. ഇത് ഒരു സ്ലോ പോയിസൺ ആണ്. ദൈവസഭയെ തകർക്കുവാനുള്ള ഒരു ശാന്തമായ വിഷം ചീറ്റലാണിത്. എന്താണത് എന്ന് ഞാൻ പറയാം. സാങ്കുട്ടിച്ചാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ ഗവൺമെന്റ് ഓഫീസുകളോട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ മതം എന്നതിന് ക്രിസ്ത്യൻ എന്ന് എഴുതാൻ വകുപ്പുണ്ട്, ഉപവിഭാഗം എന്നതിന് പെന്തക്കോസ് എന്ന് എഴുതാൻ കോളമില്ല. അപ്പോൾ ഇത് വരുന്നതോടുകൂടി അത്തരത്തിലൊരു കോളം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. എന്റെ വിചാരം, നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ, നമ്മുടെ രാജ്യം ഡെമോക്രാറ്റിക് നേഷനാണ്. ഇതിനകത്ത് മതം എന്ന് പറഞ്ഞൊരു കോളം ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം മതം എന്നതും അതിന്റെ ഉപവിഭാഗം എന്നതും നമുക്ക് ലഭിക്കാൻ കഴിയുന്നു എന്നതിന്റെ ശ്രേഷ്ഠത പുകഴ്ത്തിപ്പാടാൻ ഈ വിദ്യാസമ്പന്നരായ കാലഘട്ടത്തിലും നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. മതത്തിനും ജാതിക്കുമുള്ള കോളങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഒഴിവാക്കിക്കൂടാ? കഴിവുള്ളവൻ കയറി വരട്ടുന്നേ. മതത്തിന്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലും എന്തിന് മനുഷ്യനെ വേർതിരിക്കണം? ആ വേർതിരിവുകളുടെ അതിർവരമ്പുകളെ തകർത്ത് കളഞ്ഞ് ഒരു പുത്തൻ സമൂഹത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം വളരെ വളരെ കുടുസു സാധനങ്ങൾ കൊണ്ടുവന്ന് ജനത്തിന്റെ ലൈഫ് സങ്കീർണമാക്കുവാനും ഇവിടെ തമ്മിലടിപ്പിക്കുവാനും ശ്രമിക്കുന്ന നമ്മുടെ നയം മാറണം എന്നാണ് എന്റെ അഭിപ്രായം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നുള്ള മതഭേദങ്ങൾ പോലും നമ്മൾ മാറ്റിവെച്ച് കഴിവുള്ളവൻ ഡോക്ടർ, കഴിവുള്ളവൻ അവനാകട്ടെ, ഇത്ര % ഹിന്ദുവിൽ നിന്ന് വേണം, ഇത്ര % മുസ്ലിമിൽ നിന്ന് വേണം, ഇത്ര % ക്രിസ്ത്യാനിയിൽ നിന്ന് വേണം, അതിനകത്ത് തന്നെ ഉപവിഭാഗങ്ങൾക്ക് ഇങ്ങനെ വേണം. എന്തിനാണ് ഇതൊക്കെ? ഒരു ഡോക്ടറായിരിക്കാൻ ആംബിയറുള്ളവൻ ഡോക്ടറാകട്ടെ, അത് ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും അവന്റെ മികവാണ് അവൻ തെളിയിക്കേണ്ടത്, അല്ലാതെ അവന്റെ ജാതിയിൽ കൂടെ അല്ല അവൻ കയറി വരാൻ. ഇതൊരു പ്രധാനപ്പെട്ട വിലങ്ങുതടിയാണ്. ഇതാണ് മാറേണ്ടത്. അല്ലാതെ നമുക്ക് എഴുതാൻ ഒരു സ്പേസ് കിട്ടി എന്ന് പറഞ്ഞ് കൈയടിക്കുക അല്ല വേണ്ടത്. രണ്ടാമത്തെ പ്രശ്നം പെന്തക്കോസ്തുകാർ നേരിട്ടിരുന്ന പ്രശ്നമാണ്. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം ക്രൈസ്തവർക്ക് കേരളക്കരയിൽ വല്ലാത്ത പീഡകൾ നേരിടേണ്ടി വന്നിരുന്ന ഒരു കാലമാണ്.
അവിടെ തൊട്ട് ഇങ്ങോട്ട് കുറെ നാളുകൾ അത് തുടർന്നിരുന്നു എന്നതിന് സംശയമൊന്നും വേണ്ട. അതിന് അന്നൊരു പരിഹാരം വന്നിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരെ കൊണ്ടൊന്നും നടന്നിരുന്നില്ല എന്നും ബി ജെ പിക്കാരെന്ന് വളർന്നു തുടങ്ങിയ സാഹചര്യമാണ്. അന്ന് അവരിവിടെ വന്ന് പ്രാർത്ഥനകൾ അലങ്കോലപ്പെടുത്തുക, ഉപദേശിമാരെ അടിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. അവകളെ ഒക്കെ എതിർത്തതും തടഞ്ഞതും ഡിവൈഎഫ്ഐ പിള്ളേരായിരുന്നു എന്നും അതുവഴി കമ്മ്യൂണിസ്റ്റിന്റെ ഒരു കൃത്യം സപ്പോർട്ട് പെന്തക്കോസ് സഭകൾക്ക് കിട്ടുകയും കോൺഗ്രസുകാരായിരുന്ന പെന്തക്കോസുകാർ കമ്മ്യൂണിസ്റ്റിലേക്ക് ഒഴുകിയെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു MLA പോലും കോൺഗ്രസിന് ഇല്ല എന്നുമൊക്കെ വളരെ കൃത്യമായ തെളിവുകൾ വച്ച് ഷാൻകുട്ടിച്ചാൻ സംസാരിക്കുന്നുണ്ട്. അത് ശരിയായിരിക്കും, ശരിയാകാൻ തന്നെയാണ് സാധ്യത. കമ്മ്യൂണിസ്റ്റ് BJP തമ്മിലടിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ട്. BJPക്കാരിൽ ഒരാളെ കൊന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ 2 പേരെ കൊല്ലും, അങ്ങനെ കൊന്നാൽ മറ്റവരെ 5 പേരെ കൊല്ലും, ഇങ്ങനെ കൊലപാതക രാഷ്ട്രീയം നടന്നിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ട്. അക്കാലഘട്ടത്തിലാണ് പെന്തക്കോസ്തുകാർ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ വന്ന് ഡിഫിക്കാർ വന്ന് തടുക്കുകയും കമ്മ്യൂണിസ്റ്റുകാർ അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടം. ഇതൊക്കെ വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും തൽക്കാലം പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ രക്ഷകരായി വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ തന്നെ രക്ഷകരായി അഭിനയിച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, പെന്തക്കോസ്തുകാരുടെ വോട്ടർ നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വായത്തമാക്കുവാനും അവർക്ക് വിജയിക്കുവാനും കഴിഞ്ഞു എന്നതിന് സംശയം വേണ്ട. ഞാൻ പണ്ട് താമസിച്ചിരുന്നത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ്. അവിടെ ശക്തൻ 2 പ്രാവശ്യം MLA ആയി. 2ാം പ്രാവശ്യം MLA. അദ്ദേഹം MLA ആയി ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചർച്ച പൂട്ടി. അത് തുറക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തോട് പല പ്രാവശ്യം ആ ചർച്ചക്കാർ ചെന്നു. അയാൾ അവരെ സഹായിച്ചില്ല. ഇല്ലെന്ന് മാത്രമല്ല, പൂട്ടിയ ആൾക്കാർക്ക് അയാൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി. ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഞാൻ അതിന്റെ വേണ്ടപ്പെട്ടവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. എങ്ങനെങ്കിലും ആ ചർച്ച തുറക്കുന്നതിനെ കുറിച്ചുള്ള ക്രമീകരണം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ അത് ഇലക്ഷനെ ബാധിക്കുമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇപ്രാവശ്യം ഞാനൊന്ന് ജയിച്ചോട്ടെ, ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ചർച്ച തുറക്കുന്നതായിരിക്കും. ദീർഘനാളുകൾ പൂട്ടിയിട്ടിരിക്കുക. പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിട്ടു. കാരണം അദ്ദേഹത്തെ കൊണ്ട് നടക്കില്ല, ഇനി അയാൾ ജയിച്ചതുകൊണ്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് അന്ന് IB സതീഷാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. 5 കൊല്ലമാകുന്നു അദ്ദേഹമാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. അദ്ദേഹം ആ ചർച്ചിലെ പാസ്റ്ററേയും വേണ്ടപ്പെട്ടവരെയും കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ചാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചർച്ചയെ ഓപ്പൺ ചെയ്യും. ഏതായാലും ഇലക്ഷൻ വന്നു. അവിടുത്തെ സ്ഥലം MLA തോറ്റു, ശക്തമായി പരാജയപ്പെട്ടു. അവിടെ വന്നത് IB സതീഷാണ്. കുറച്ചോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. ആദ്യം അയാൾ ചെയ്തത് ആ ചർച്ച തുറക്കുകയാണ്. രണ്ടാമത് BJPക്കാരും കൂടെ അതിന് സപ്പോർട്ട് ചെയ്തിരുന്നു. അതോടുകൂടി അവിടുത്തെ കോൺഗ്രസിന്റെ ഗ്രിപ്പ് പോയി. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാർ രണ്ടും കൽപ്പിച്ച് ഒരു വിഷയത്തിൽ അവർ ഇറങ്ങിയാൽ അവർ സപ്പോർട്ട് ചെയ്യും. അതുവഴി വോട്ടുകൾ അവരിലേക്ക് ഒഴുകുകയും സ്വാഭാവികമായി ഈ ഭരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഇവിടുത്തെ സംസാരം. ശരി തന്നെയാണ്. ഇപ്പോൾ BJPയും പെന്തക്കോസ്തുമായിട്ട് അടുത്ത് വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അവർ ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നു എങ്കിലും കേരളത്തിൽ പെന്തക്കോസ്തുകാരുടെ അടുത്ത് വരികയും ക്രൈസ്തവർക്ക് കേക്ക് വിതരണം ചെയ്യുകയും പെന്തക്കോസ്തുകാരുടെ ഫാസ്റ്റേഴ്സ് മീറ്റിംഗിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രസംഗിക്കാൻ വരികയും ചെയ്യുന്നത് സ്ഥിരം കാഴ്ചകളായി മാറുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ പെന്തക്കോസ്തുകാരോട് കൂടുതൽ അടുത്ത് വരുന്നത് BJP ആയി വന്നു. പെന്തക്കോസ്തുകാരിൽ പലരും BJP സ്ഥാനാർത്ഥികളായി പലയിടത്തും മത്സരിച്ചു എന്ന് കേൾക്കുന്നു. ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ, എവിടെ വേണോ മത്സരിക്കാനൊന്നും കുഴപ്പമില്ല. അടുത്ത പ്രശ്നം, കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ അവസാന കൈക്ക് ചെയ്തിരിക്കുന്ന പരിപാടിയാണ് പെന്തക്കോസ്റ്റിനെ ഒരൗദ്യോഗിക സഭയായി അംഗീകരിക്കും. ഇത് ഗുണമാണോ ദോഷമാണോ? ഇവിടെയാണ് നമ്മുടെ വിഷയം. സാങ്കുട്ടിച്ചാൻ തന്നെ പറയുന്നത് പെന്തക്കോസ്തുകാർക്ക് ഒരുപാട് ആവശ്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം നമുക്ക് സ്കൂളുകളില്ല, കോളേജുകളില്ല, മറ്റ് കലാലയങ്ങളില്ല, മറ്റ് കച്ചവട കേന്ദ്രങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഭരണം അത്യാവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണമൊന്നും അത്യാവശ്യമില്ല. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. 1, നമ്മളായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. 2, നമുക്ക് സഭകൾ പണിയാൻ പെർമിഷൻ വേണം. 3, നമ്മുടെ കൺവെൻഷനുകളും മറ്റുമൊക്കെ നടത്താനുള്ള മൈക്ക് ഓർഡറുകളും മറ്റും ചെല്ലുമ്പോൾ നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല. മറ്റുള്ള എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്കും തരണം. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ ഒഴികെ മറ്റൊന്നുമില്ല. പിന്നെ
സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ വേണമെന്നും അതിനിടയ്ക്ക് ഇങ്ങോട്ട് പറയുന്നത് കേട്ടു. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇസ്ലാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും ശമ്പളം പോലും ഗവൺമെന്റിൽ നിന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇനി ഇതിൽ പറഞ്ഞ ആവശ്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. ഒന്ന്, നമുക്ക് സഭ പണിയാനുള്ള പെർമിഷൻ. വ്യാവസ്ഥായിക സഭയുടെ സംവിധാനങ്ങളൊന്നും വചനപ്രകാരം നമുക്കില്ല. എന്നാലും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഒരു ഹോള് പണിയാനുള്ള പെർമിഷൻ നിശ്ചയമായും നമുക്ക് കിട്ടേണ്ടതാണ്, ലഭ്യമാകേണ്ടതാണ്. അതിനുവേണ്ടി ഒരു MLA നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. ഉള്ളത് കൊണ്ട് വല്ലതും നടക്കുമോ എന്നുള്ളതും രണ്ടാമത്തെ സംശയം. അതവിടെ കിടക്കട്ടെ. അടുത്ത പ്രധാനപ്പെട്ട വിഷയം, കൺവെൻഷൻ നടത്താൻ മൈക്ക് ഓർഡർ വേണം. അതും നല്ലൊരു കാര്യമാണ്. നടത്തിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതും ഒരു സംശയമാണ്. നമ്മൾ കുറെ കാലം കൊണ്ട് നടത്തുന്നുണ്ടല്ലോ കൺവെൻഷൻ. ഞാനൊക്കെ ദീർഘനാളുകളെ കൊണ്ട് കൺവെൻഷൻ പ്രസംഗിക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കർത്താവിനെ ഉയർത്താനോ കർത്താവിനെ മഹത്വപ്പെടുത്താനോ അതുകൊണ്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചോദിച്ച് ഞാനങ്ങ് വെക്കുകയാണ് കേട്ടോ. അതോ സഭയുടെ 25ാമത് കൺവെൻഷൻ, 50ാമത് കൺവെൻഷൻ, 100ാമത് കൺവെൻഷൻ, ഇതിൽ പരം വേറെന്തെങ്കിലും ഗുണം അതിൽ കാണുന്നുണ്ടോ? എനിക്കറിയില്ല. പിന്നെ ദൈവദാസന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല. അത് വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? എന്റെ പിന്നാലെ വരുന്നവൻ ഇതെല്ലാം കിട്ടും, അടി കിട്ടുമെന്ന് വചനം പറയുന്നല്ലേ? അപ്പൊ പിന്നെ അത് പാടില്ല എന്ന് നമ്മൾ വാദിക്കുന്നതിനോട് വല്ല കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ വചനാടിസ്ഥാനത്തിൽ നമ്മൾ MLA ആവേണ്ട ആവശ്യം എന്താണ്? എന്നെ വല്ലാതെ സംശയിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഭരണത്തിൽ ഒരു പിടിപാട് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? ബിബ്ലിക്കലി എന്താണ് ആവശ്യം? അതാണ് എന്റെ ചോദ്യം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പൊക്കോട്ടെ. ഇപ്പോൾ ഇവിടെ ചരിത്രം ഞാൻ പറഞ്ഞു. AK ആന്റണിയുടെ കാലത്ത് നടന്നത്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തു. AK ആന്റണിയുടെ കാലത്ത് 1996 മുതൽ ദൈവസഭകൾക്ക് ഹൈന്ദവ സംഘടനകളിൽ നിന്ന് പീഡയുണ്ടാവുകയും അവകളെ തരണം ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരായതും കൊണ്ട് കമ്മ്യൂണിസ്റ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പെന്തക്കോസ്തിനെ ഒരു ഔദ്യോഗിക സഭയായി അംഗീകരിക്കുക. ഒന്നുകൂടി നമ്മൾ ചരിത്രത്തിന്റെ പുറകിലേക്ക് പോകണം. ദൈവസഭ, യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭ മൽക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടി വലിയ നിലയിൽ വർദ്ധിക്കുവാൻ തുടങ്ങി. ആദ്യം 12 ആയിരുന്നത് പിന്നീട് 70 പിന്നീട് 3000 പിന്നീട് 5000 7000 സഭ വളരുകയാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രവർത്തികളുടെ പുസ്തകത്തിലെ ദൈവസഭയുടെ വളർച്ച. നാളുകൾ ചിലത് കഴിയുമ്പോൾ 313 എത്തുമ്പോൾ ദൈവസഭ, പീഡയിലൂടെ കടന്നുകൊണ്ടിരുന്ന ദൈവസഭ കുസ്തന്തിനോസിന്റെ മതപരിവർത്തനത്തോടുകൂടി ദൈവസഭയെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുന്നതോടുകൂടി പീഡകൾ മാറുന്നു. സഭയ്ക്ക് മാന്യമായ സ്ഥാനം ഗവൺമെന്റ് ഓഫീസിൽ ലഭിക്കുന്നു. ചക്രവർത്തി ആരാധനയ്ക്ക് വരാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവ് സഭ വിട്ടുപോകുന്നു. പിന്നീട് നമ്മൾ എവിടെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണുന്നില്ലെന്ന് മാത്രമല്ല, കുസ്തന്തിനോസിന്റെ മതപരിവർത്തനത്തോടുകൂടി പാഗൻ റിലീജിയൻസിലെ മുഴുവൻ പ്രാക്ടീസുകളും ദൈവസഭയ്ക്കകത്തേക്ക് കടക്കുകയും ദൈവസഭയിലെ ഉണ്മയും ഉഷാറും സത്യാവസ്ഥയും നിർജീവമാവുകയും നിർമൂലമാവുകയും ചെയ്യും. പിൽക്കാലത്തെ കത്തോലിക്ക സഭ ഇന്ന് കാണുന്നത് പോലെ ഉലകത്തിലെ മറ്റേതോ മതത്തിന്റെ ഒരു പതിപ്പെന്ന വണ്ണം ഇന്നും വെറുതെ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ക്രിസ്തുവുമായോ ബൈബിളുമായോ പരിശുദ്ധാത്മാവുമായോ നിത്യജീവനുമായോ ബന്ധമില്ല. പിന്നീട് 900കളിലാണ് അസൂസ സ്ട്രീറ്റിലെ പരിശുദ്ധാത്മാവിന്റെ വ്യാപനത്തോടുകൂടി ഇത്തരത്തിലൊരു ആത്മീക വളർച്ച ലോകത്തെമ്പാടും നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് അത്ര പെന്തക്കോസ്തിന്റെ അനുഭവം കേരളത്തിലും എത്തുന്നത്. മിഷണറിമാരാണ് ഇത് ഇവിടെ കൊണ്ടെത്തിക്കുന്നത് നമുക്കറിയാം. ഞാൻ ബാക്കി വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വല്ലാത്ത വ്യാപനം 100 കൊല്ലത്തിലേറെയായി വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് ഇത് സ്ഥാപനവൽക്കരിക്കുന്ന നിലയിലേക്ക് പോയത്. കേരളത്തിലും അത് ചെറുതല്ല. ചർച്ച് ഓഫ് ഗോഡ് എന്നും ചർച്ച് ഓഫ് ഗോഡ് ഡിവിഷൻ എന്നും അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നും IPC എന്നും പിന്നെ കുറെ കൊച്ചു കൊച്ചു പീസുകളായിട്ടും TPM എന്നും ഒക്കെ ഇങ്ങനെ പിരിഞ്ഞു മാറി. ഇവർ ഒരുമിക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടും ഇവർ ഒരുമിക്കുന്നില്ല. അതിനപ്പുറം മാറി ഇപ്പോൾ ഇവർ ഒരുമിച്ചിരിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഒരുമിച്ചിരിക്കുന്നത്. പേരുകൾ മറന്നുകൊണ്ട്, പ്രസ്ഥാനങ്ങൾ മറന്നുകൊണ്ട് ഉണ്മയായി നമ്മളെല്ലാവരും ഒരുമിക്കണമെന്ന ആശയം
വർഷങ്ങൾ കൊണ്ട് വെച്ച് പുലർത്തുന്നു എങ്കിലും, കെ എബ്രഹാമിന്റെ ഒക്കെ കാലം തൊട്ട് വെച്ച് പുലർത്തുന്നു എങ്കിലും നാളിതുവരെ എങ്ങും കൊണ്ടെത്തിക്കാൻ അത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ പെന്തക്കോസ്ത് നേതാക്കന്മാർ തമ്മിൽ ഒരുമിക്കുന്നു, ഇവർ ചേർന്ന് രാഷ്ട്രീയവുമായി ഒരുമിക്കുന്നു, രാഷ്ട്രീയം നമ്മളെ സ്വീകരിച്ചോളാം എന്ന് പറയുന്ന ഒരു നിമിഷത്തിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ കുസ്തന്തിനോസ് അന്നത്തെ സഭയെ മതമായി, ഒഫീഷ്യൽ റിലീജിയനായി അംഗീകരിച്ചതുപോലെ അത് കുസ്തന്തിനോസിന്റെ നിലനിൽപ്പിനൊന്നുമല്ല. അയാൾ മാൽവീനി യുദ്ധത്തിന് പോകുമ്പോൾ, യുദ്ധത്തിന് പോയി തിരിച്ചു വന്നാൽ, യുദ്ധത്തിൽ വിജയിച്ചാൽ ക്രിസ്ത്യാനികളെ ഞാൻ ഇനി പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന തീരുമാനത്തോടു കൂടി പോയി കഷ്ടകാലത്തിന് യുദ്ധം ജയിച്ചു. മടങ്ങി വരുമ്പോൾ ക്രൈസ്തവരെ അംഗീകരിക്കുകയും പീഡകൾ അവസാനിപ്പിക്കുകയും ചെയ്തു. കുസ്തന്തിനോസ് പള്ളിക്കകത്ത് കയറാൻ തുടങ്ങി, പള്ളി മുഴുവൻ നശിക്കുവാനും തുടങ്ങി. ഉലകത്തിലുണ്ടായിരുന്ന സകല വ്യാജമതങ്ങളുടെയും അവശിഷ്ടങ്ങൾ ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു. ദൈവസഭയുടെ ലേബലും പോയി, ഉണ്മയും പോയി, വിശുദ്ധിയും പോയി. ഇതുപോലെയാണ് 2026 നടക്കുന്ന ഈ കോലാഹലം. കേരളക്കരയിൽ അല്ലെങ്കിൽ മലയാളക്കരയിൽ പെന്തക്കോസ്ത് എന്നൊരു നല്ല പ്രസ്ഥാനം ഉണ്ടായിരുന്നു. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിന്റെ രീതി വേറെയായിരുന്നു. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് അസംബ്ലീസ് ഓഫ് ഗോഡ് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടത്തി. അവരുടെ 100ാം വാർഷികമാണെന്ന് തോന്നുന്നു, ശതാബ്ദി. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്, ആ ശതാബ്ദിയിൽ അവർ 100ഓളം പേർക്ക് എന്നാണ് എന്റെ വിചാരം കേട്ടോ, അതോ 25ആണെന്ന് അറിയില്ല, എത്രയോ പേർക്ക് സൗജന്യ ഡയാലിസിസിനുള്ള പൈസ വിതരണം ചെയ്തു. പിന്നെ കുറെ പേർക്ക് ഊന്നുവടി അത് ഇത് അപ്പൊ ഇവരൊക്കെ കൊടുത്തുന്നാ കേൾക്കുന്നേ. സുഹൃത്തുക്കളെ, 100 കൊല്ലങ്ങൾക്ക് പുറകിൽ ഇതിന്റെ കൺവെൻഷൻ നടക്കുന്ന ഇടത്തെ ആൾക്കാർ ഊന്നുവടികൾ വലിച്ചെറിഞ്ഞിരുന്നു, വീൽ ചെയറുകൾ വലിച്ചെറിഞ്ഞിരുന്നു, കിഡ്നി രോഗികൾ സൗഖ്യമായിരുന്നു. പക്ഷെ ഇന്ന് വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കുന്നു, ഊന്നുവടി വാങ്ങിച്ചു കൊടുക്കുന്നു, കിഡ്നി രോഗിക്ക് ഡയാലിസിസിന് പൈസ കൊടുക്കുന്നു. എന്തുവാ സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്നത്? ഇപ്പോഴിതാ 2026 എത്തുമ്പോൾ സഭയെ രാഷ്ട്രം അംഗീകരിക്കുകയും ചെയ്യുന്നു പോലും. ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഇനി ഒന്നുകൂടി സംഭവിക്കണം. പെന്തക്കോസ്തുകാർക്ക് കത്തോലിക്കർക്കുള്ളതുപോലെ സംവരണം കൂടി കൊടുത്താൽ ഒരു കാലത്തും രക്ഷിക്കപ്പെടാത്തതും രക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതുമായ ആൾക്കാർ ഇതിനകത്ത് തെരച്ചു കയറും. ഇന്ന് കത്തോലിക്ക സഭയിൽ ആൾക്കാർ പിടിച്ചു നിൽക്കുന്നത് സഭയുടെ മേന്മ കൊണ്ടൊന്നുമല്ല, കിട്ടുന്ന സംവരണം കരുതിയാണ്. നാളെ ചിലത് കഴിയുമ്പോൾ, ഇപ്പൊ പെന്തക്കോസ് സഭ അംഗീകരിച്ചു എന്ന് പറയുന്നു, സംവരണം കൂടി പെന്തക്കോസിനകത്തേക്ക് വന്നാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ചെന്നിരിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ സ്കൂളുകൾ തുറക്കണം, കോളേജുകൾ തുറക്കണം, കച്ചവടം മാറും. ഇപ്പോഴും അവിടെ ഇത്തിരി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഉള്ളൂ, ബാക്കി മുഴുവൻ ചെകുത്താന്റെ കയ്യിലായി കഴിഞ്ഞു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്റർ ഞാൻ കാണുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത്, ചർച്ച നടത്താൻ വളരെ എളുപ്പമാണ്, ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ വർഷിപ്പിനായിട്ട് വിടണം, അതിനുവേണ്ടി ഇപ്പം വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, അവരെ തന്നെ ആക്കുമ്പോൾ അവർക്കൊരു എമൗണ്ട് കൊടുത്താൽ മതി, അവരതിനെ കളർഫുൾ ആക്കി തരും. അത് കഴിഞ്ഞൊരു പ്രസംഗം 15-20 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സൂത്രത്തിൽ സ്വോത്രക്കാഴ്ച എടുക്കണം. അപ്പോ ആൾക്കാരെ ഒന്ന് വിയർപ്പിക്കാൻ വേണ്ടി, സുംബ ഡാൻസ് പോലെ ഒന്ന് വിയർപ്പിക്കാൻ വേണ്ടി നല്ല കലാവിരുദ്ധന്മാരെ, ദാവീദ് പെട്ടകമെടുക്കാൻ ബിരുദന്മാരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ബിരുദന്മാരെ കൊണ്ടിറക്കി 4 ഇളക്കിളക്കി ആൾക്കാരെ ഒന്ന് വിയർപ്പിക്കുമ്പോൾ അവർക്കൊരു റിലീഫായി. ആ ഉഷാറായിട്ട് നിൽക്കുന്ന സമയം സ്വോത്രക്കാഴ്ച എടുത്തോണം. അപ്പൊ കുറഞ്ഞ പക്ഷം ഒരു 50,000 രൂപ ആഴ്ചയിൽ വീഴുമെന്നാ പറയുന്നേ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 2 ലക്ഷം രൂപയായി. ചെലവ് വരുന്ന 50-ന് താഴെയാണ്. ബാക്കി 1.5 ലക്ഷം രൂപ ഇയാളുടെ പോക്കറ്റിൽ കിടക്കും. നല്ലൊരു ബിസിനസ് അല്ലേ? രാഷ്ട്രീയത്തിൽ കൂടി ഇത് കടക്കുന്നതോടുകൂടി ഇതിന്റെ രീതി മാറും. മാന്യ സുഹൃത്തുക്കളെ, 313 ക്രിസ്തു മാർഗം മതമായി മാറിയതുപോലെ 2026 പെന്തക്കോസ്ത് എന്ന അനുഭവ സമ്പന്നമായ ദൈവസഭ മറ്റിതര നാമധേയ സഭകളുടെ കൂടെ ചേർത്ത് കെട്ടപ്പെടുന്നു, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ട് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി. ഇത് അപകടകരമായ ഒരു സിഗ്നലാണ് തരുന്നത്. നിങ്ങൾ വോട്ട് ആർക്കോ കൊടുക്കുക, അത് നമ്മുടെ വിഷയമല്ല. ദൈവസഭ പോകുന്ന ഈ പോക്ക് അപകടത്തിലേക്കാണ്. പാസ്റ്റർമാർ ഒരു കാലത്തും ഒരുമിക്കാതിരുന്നവർ ഒരുമിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിലല്ല. ക്രിസ്തുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ ഒന്നാകണം.
അമ്മാതിരി അതിർവരമ്പുകൾ മറന്നുകൊണ്ടൊരു ഒന്നാകൽ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തുവാൻ, നമ്മുടെ വിശ്വാസികൾക്ക് സംവരണം വാങ്ങിക്കൊടുക്കാൻ, സ്വർഗരാജ്യം വാങ്ങിക്കൊടുക്കാനല്ല, നിത്യജീവനെ കുറിച്ച് പറയാനേ അല്ല, പരിശുദ്ധാത്മാവിന്റെ വ്യാപനത്തിനുമല്ല. ഇവിടുത്തെ ഉദ്ദേശം വഴിപിഴച്ച യാത്രയിലേക്ക് സമൂഹത്തെ മുഴുവൻ കൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ വഴിപിഴപ്പിക്കുവാൻ വേണ്ടിയാ. ഇത് അപകടകരമായ ഒരു മുന്നേറ്റമാണ്. ഇതിനെ ദൈവമക്കൾ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവനവന്റെ കാര്യം നോക്കി നിത്യതയ്ക്ക് പോകാൻ ശ്രമിക്കുക, ബാക്കിയൊന്നും നമുക്കിവിടെ ചെയ്യാനാവില്ല. ഏതായാലും ഈ കാലഘട്ടത്തെയും സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയില്ല. കാര്യങ്ങളുടെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുസ്തന്തിനോസ് മതപരിവർത്തനം ചെയ്യപ്പെട്ട് ദൈവസഭകൾക്കകത്തേക്ക് പുറത്തുള്ള മാലിന്യങ്ങൾ ഒഴുകാൻ വഴി തുറന്നതുപോലെ തന്നെയാണ് ശ്രീമാൻ പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെയോ ദൈവസഭയുടെ അടിസ്ഥാനം തകർക്കുന്നതാണ് ഈ തീരുമാനം. കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പ്രസംഗിച്ചോളാനാ പറഞ്ഞത്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇത്ര നല്ലൊരു കർത്താവിനെ നമുക്ക് ദൈവമായി ലഭ്യമായിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്ന മൃഗമായ രാഷ്ട്രീയ നേതാവിനെയും കരയിൽ നിന്ന് കയറി വരുന്ന മൃഗമായ മത നേതാവിനെയും ഒരുമിച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ പെന്തക്കോസ്തും കൂടി ചേർന്ന് നിൽക്കുന്നതിൽ ഖേദമുണ്ട്. തിരുവെഴുത്തുകളെ വായിക്കുക, ഗ്രഹിക്കുക, മനസ്സിലാക്കുക. നമുക്ക് MLA കിട്ടി രാഷ്ട്രം പിടിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ വരുവാനുള്ള വാഗ്ദത്ത മശിക എത്രയും വേഗം വരും. അവന്റെ വരവിനായി നമുക്കൊരുങ്ങാം. കാര്യങ്ങളെ നന്നായി വിലയിരുത്തുവാൻ ശ്രമിക്കുക, ഗ്രഹിക്കുവാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ വിട്ടുവീഴ്ചകൾ വരുത്തിയുള്ള സംസാരം, തിരുവഴുത്തിൽ നിന്ന് മാറിയുള്ള നമ്മുടെ കോംപ്രമൈസ്, ഇവകൾ സ്ലോ പോയിസൺ ആണ്. പെട്ടെന്ന് നമ്മളെ കൊല്ലില്ല. സ്ലോയായി, ഗ്രാജുവലി ഇറ്റ് വിൽ അഫക്ട് us, ഇറ്റ് വിൽ kill us. അവകളെ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നിത്യതയ്ക്കായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.